പക്ഷെ ഏറ്റവും പേടിച്ച നിമിഷം എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സത്യത്തിൽ എനിക്ക് ഈ ഞാൻ സഞ്ചാരത്തിനിടയിൽ രക്ഷപ്പെടില്ല എന്നുള്ളൊരു തോന്നൽ. അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സഞ്ചാരത്തിനിടയിൽ ഞാൻ ഏറ്റവും വലിയൊരു അപകടത്തെ ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതൊരു വിചിത്രമായ മൈൻഡ് സെറ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിമാനത്തിൽ പോകുമ്പോൾ യു വോണ്ട് ബിലീവ് എൻ്റെ മടിയിൽ ക്യാമറ ഉണ്ടാവും. ഞാൻ പ്രതീക്ഷിക്കുന്നതറിയോ, ചിലപ്പോൾ ഇതെൻ്റെ അവസാനത്തെ വിമാനയാത്രയായിരിക്കും. ഇത് താഴോട്ട് വീഴുകയാണെങ്കിൽ ഞാൻ ആ ഷോട്ട് എടുക്കണം, അതിനെൻ്റെ മടിയിലിരിക്കണം ക്യാമറ. വിചിത്രമായൊരു ചിന്തയായിരിക്കാം. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു സഞ്ചാരത്തിന് യാത്ര പുറപ്പെടുമ്പോൾ, കാരണം അന്ന് പണ്ട് യാത്ര ചെയ്യുമ്പോൾ അൺസർട്ടനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇന്ന് അത്ര അൺസർട്ടനിറ്റി ഒന്നുമില്ല, യാത്ര വളരെ, പക്ഷേ അന്ന് തുടങ്ങിയൊരു ശീലമാണ്. ഞാൻ എൻ്റെ മേശയിൽ ഞാൻ ഈ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ നടക്കണം, എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണമെന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടാണ് പോകുക. തിരിച്ചു വന്നു കഴിയുമ്പോൾ അത് വലിച്ചെറിഞ്ഞ് ഞാൻ കളയും, അല്ലെങ്കിൽ കത്തിച്ച് കളയും. പക്ഷേ ഓരോ യാത്രയ്ക്ക് മുമ്പ് ഞാൻ ഒരു പകുതി ഞാൻ തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയും സഞ്ചാരത്തിനിടയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതൊരു വല്ലാത്ത മൈൻഡ് സെറ്റ്. അതുകൊണ്ടാണല്ലോ സ്പേസിൽ പോകാൻ എനിക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റിയത്. ഏറ്റവും രസകരമായ കാര്യം, ഈ സ്പേസ് യാത്രയ്ക്ക് ഞാൻ പോകുന്നു എന്ന വിവരം ഞാനും എൻ്റെ ഈ സുഹൃത്ത്, ഞാൻ പറഞ്ഞല്ലോ ഫെലിക്സ് പറഞ്ഞ സുഹൃത്ത്, പിന്നെ എൻ്റെ ബ്രദർ, എൻ്റെ ഇളയ ബ്രദർ, അവനും കൂടെ ഞാനിങ്ങനെ ഇതിൻ്റെ അടുത്ത ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സഫാരിയിലെ രതീഷിന് തലേ ദിവസം അറിയാമായിരുന്നു. വേറെ ഒരാൾക്കും എൻ്റെ കുടുംബാംഗം പോലും അറിയില്ലായിരുന്നു വേറെ ആർക്കും.